എടേ എല്ലാരും കൂടി അണ്ണന്റെ തോളിൽ എന്തിനിടെ കയറുന്നത്? പലരും പറയുന്ന മാത്രമേ അണ്ണൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ അണ്ണൻ അറിയില്ല. അണ്ണൻ അതുകൊണ്ടായിരിക്കും അണ്ണൻ പറയാത്തത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തരാണ് അണ്ണൻ പറയാത്തതെന്നല്ലേ? കണ്ടു നോക്കി. എനിക്കറിയില്ല. പലരും പറയുന്നത് ഞാൻ കേട്ടു, പക്ഷെ എനിക്കറിയില്ല. മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തപ്പോൾ ആൾക്കൂട്ടം ചെയ്തു എന്നാണ് പറഞ്ഞത്, അല്ലാതെ RSS ചെയ്യുന്നില്ല. RSS ആണ് ചെയ്തതെന്ന് പോലീസ് കണ്ടുപിടിച്ചാൽ പറയാം. ആരായാലും കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നുള്ള കർശനമായ നിലപാട്. അവരുടെ രാഷ്ട്രീയമല്ലല്ലോ പ്രശ്നം. അപ്പൊ മധുവിനെ കൊല ചെയ്ത ഇതാണ് നമ്മൾ അണ്ണന്റെ നിലപാട്. നീ നമ്മുടെ നിലപാടൊന്ന് കണ്ടിട്ട് വന്നാലോ? വരി. ആൾക്കൂട്ട കൊലപാതകം അത് വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാവുകയാണ്. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ പിന്നിൽ RSS BJP ക്രിമിനലുകളാണ്. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ മാധ്യമവും അത് വിശദീകരിക്കുന്നില്ല, അത് പറയുന്നില്ല. പ്രശ്നമായിട്ടുണ്ട് എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. കണ്ടില്ലേ? ഒരു മടിയും കൂടാതെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞത് ആ കൊലപാതകത്തിന് പിന്നിൽ RSS ആണ്, RSS ക്രിമിനലുകളാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അത്ര ഉറപ്പിച്ചു പറയാൻ നമ്മളെ സതീഷണ്ണന് പറ്റൂല. സതീഷണ്ണൻ എന്താ പറ്റാത്തതെന്നറിയോ? പണ്ട് ഷൂ അക്കറിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നിട്ട് വിളക്ക് കത്തിച്ച അണ്ണനാ. ഇപ്പോഴും മുണ്ട് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാക്കി കളസം കാണാൻ പറ്റും അണ്ണൻ്റെ അടിയിൽ. അതുകൊണ്ട് തന്നെ അണ്ണന് പറയാൻ വലിയ മടിയായിരിക്കും. ഇതാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ലീഗുകാർ പറഞ്ഞോന്ന് ചോദിക്കും. പൊന്നേ, ലീഗുകാർ BJPക്കാര് പറയാനായിട്ട് പറയാൻ പോയിട്ട് അവരിതാ ഇങ്ങനെ ഒന്നും നോക്കൂലല്ലോ. അവർ മച്ചാന്മാരാണ്. മച്ചാന്മാരും തമ്മിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമോ അവർ? ഇല്ല, പറയൂല. അവരാരും പറയൂല. കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മക്കളെ. കാരണം നാളെ അളിയൻ്റെ വീട്ടിൽ വരുമ്പോൾ ബിരിയാണി നാരങ്ങ വെള്ളം കൊടുത്ത് സ്വീകരിക്കേണ്ടവരാണ് അവർ. അവരെങ്ങാനും ഇവർക്കേറെ മിണ്ടോ? പറയും. അതാണ് പറയുന്നത്. ഇടതുപക്ഷം ഞങ്ങളുടെ നിലപാട് ഞങ്ങളെപ്പോഴും തുറന്നു പറയും. വർഗീയതയ്ക്ക് മുമ്പിൽ ഞങ്ങൾ എന്നും തുറന്നു പറയുന്ന പാർട്ടിയാണ്. അത് ചില വർഗീയവാദി പാർട്ടികൾ അവർക്കത് ഇഷ്ടപ്പെടൂല. അവർക്ക് ഇടതുപക്ഷം പറയുന്ന പറ്റൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 വർഷം ഭരണം നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞിക്കാണ്. ഇനിയും ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ മൂഞ്ചോ എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, അതിൻ്റെ ഒരു നേതാവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പാടാ. സതീഷണ്ണ, അണ്ണനെ കൊണ്ട് ഈ പരിപാടിയൊന്നും പറ്റൂല. അണ്ണനിങ്ങനെ കാണാ കൂണ പറഞ്ഞങ്ങ് പോകാനേ പറ്റത്തുള്ളൂ.